നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും ഇൻഫോ മീഡിയ അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർക്ക് ഏറെ ആശ്വാസം നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാന പദ്ധതികളിലൊന്നാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വ്യക്തമായി പറയാൻ പോകുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി അർഹരായ കർഷകർക്ക് ഒരു വർഷത്തിൽ 6000 രൂപ 3 തുല്യ ഗഡുക്കളായി 2000 രൂപ വീതം നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ ഇപ്പോൾ നിരവധി കർഷകർ ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമുണ്ട്. എൻ്റെ അക്കൗണ്ടിൽ PM കിസാൻ പണം വന്നില്ല, എന്താണ് കാരണം? ചില കർഷകർക്ക് ഒരു ഗഡു മാത്രമാണ് മുടങ്ങിയത്, ചിലർക്ക് ഒന്നിലധികം ഗഡുക്കൾ ലഭിച്ചിട്ടില്ല. മറ്റു ചിലർ പറയുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി മാത്രമല്ല ഏറെ കാലമായി PM കിസാൻ തുക അക്കൗണ്ടിൽ എത്തിയിട്ടില്ലെന്നാണ്. ഇങ്ങനെ പണം ലഭിക്കാത്തപ്പോൾ പലരും കരുതുന്നത് തങ്ങളുടെ പേര് പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയോ ഇനി പണം ലഭിക്കാതെ ആവുമോ എന്നുള്ളതെല്ലാമാണ്. എന്നാൽ എല്ലാ സാഹചര്യത്തിലും അതായിരിക്കണമെന്നില്ല. കാരണം പലപ്പോഴും KYC പൂർത്തിയാക്കാത്തത്, ഭൂമി രേഖകളുടെ പരിശോധന പൂർത്തിയാക്കാത്തത്, അതുപോലെ ആധാർ ബാങ്ക് ലിങ്കിങ് സംബന്ധമായ പ്രശ്നങ്ങൾ, DBT NPCI മാപ്പിംഗ് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ബെനിഫിഷ്യറി വിവരങ്ങളിലെ പൊരുത്തക്കേടുകൾ എന്നിവ കാരണം ഗഡു തടഞ്ഞു വയ്ക്കും. അതുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ പണം എത്തിയിട്ടില്ലെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് പരിഭ്രാന്തരാകുകയല്ല, നിങ്ങളുടെ PM കിസാൻ സ്റ്റാറ്റസ് എന്നത് എന്താണ് കാണിക്കുന്നതാണ് പരിശോധിക്കേണ്ടത്. ഈ വീഡിയോയിൽ PM കിസാൻ ലഭിക്കാത്തവർ എന്തൊക്കെ ചെയ്യണം, അതുപോലെ KYC എങ്ങനെ പൂർത്തിയാക്കാം, ഭൂമി പരിശോധനയിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, ബാങ്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എങ്ങനെ കണ്ടെത്താം, കൂടാതെ പഴയ കുടിശ്ശിക ഗഡുക്കൾ ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നിവയെല്ലാം വിശദമായി പരിശോധിക്കാം. ഇനി ഒരു കർഷകന് PM കിസാൻ ഗഡു ലഭിക്കാതിരിക്കാൻ പല കാരണങ്ങളുണ്ടാവാം. ഒന്നാമത്തെ കാരണമാണ് KYC പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ളത്. PM കിസാൻ ഗുണഭോക്താക്കൾക്ക് KYC വളരെ പ്രധാനപ്പെട്ട നടപടിയാണ്. നിങ്ങളുടെ KYC പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഗഡു ലഭിക്കുന്നതിൽ തടസ്സമുണ്ടാകാം. അതുകൊണ്ട് നിങ്ങളുടെ KYC സ്റ്റാറ്റസ് പരിശോധിക്കണം. ആധാറിലേക്ക് മൊബൈൽ നമ്പർ ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ ആധാർ OTP ഉപയോഗിച്ച് KYC പൂർത്തിയാക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. OTP വഴി ചെയ്യാൻ കഴിയാത്തവർക്ക് സമീപത്തുള്ള CSC കേന്ദ്രം വഴി ബയോമെട്രിക് വെരിഫിക്കേഷൻ ഓതന്റിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് KYC പൂർത്തിയാക്കാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട്. അതിനാൽ എൻ്റെ PM കിസാൻ വന്നില്ല എന്ന് മാത്രം നോക്കാതെ എൻ്റെ KYC സ്റ്റാറ്റസ് എന്താണെന്നും പരിശോധിക്കണം. രണ്ടാമത്തെ കാരണം ഭൂമി പരിശോധന പൂർത്തിയാക്കാത്തതാണ്. PM കിസാൻ ഗുണഭോക്താക്കളുടെ ഭൂമി വിവരങ്ങളും പരിശോധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഭൂമി സംബന്ധമായ രേഖകളിൽ പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഗഡു ലഭിക്കുന്നതിൽ തടസ്സമുണ്ടാകാം. ഉദാഹരണത്തിന് ഭൂമിയുടെ വിവരങ്ങൾ ശരിയായി അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, രേഖകളിലെ പേരും PM കിസാൻ അപേക്ഷയിലെ പേരും തമ്മിൽ വ്യത്യാസമുണ്ട്, ഭൂമി സംബന്ധമായ വെരിഫിക്കേഷൻ പെൻഡിംഗ് ആണ്. ഇത്തരം സാഹചര്യങ്ങളും ഉണ്ടാവാം. അതിനാൽ PM കിസാൻ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ ലാൻഡ് സീഡിംഗ് സംബന്ധിച്ച വിവരങ്ങളും ശ്രദ്ധിക്കുക. ലാൻഡ് സീഡിംഗ് സംബന്ധിച്ച് പ്രശ്നം കാണുകയാണെങ്കിൽ ബന്ധപ്പെട്ട കൃഷി വകുപ്പ് ഓഫീസറുമായോ തഹസിൽ ഓഫീസുമായോ ബന്ധപ്പെട്ട് ഭൂമി രേഖകൾ പരിശോധിക്കുന്നതിന് ആവശ്യമായി വരാനുള്ള സാഹചര്യമുണ്ട്. PM കിസാൻ തുക DBT വഴിയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് സംബന്ധമായ വിവരങ്ങൾ ശരിയായിരിക്കണം. ആധാർ വിവരങ്ങൾ ബാങ്കുമായി ശരിയായി ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ DBT ലഭിക്കുന്നതിന് ആവശ്യമായ മാപ്പിംഗിൽ പ്രശ്നമുണ്ടെങ്കിൽ പണം അക്കൗണ്ടിലേക്ക് എത്താതെ പോകാം. ഇവിടെയാണ് MPCI മാപ്പിംഗ് എന്ന കാര്യം പ്രധാനമാവുന്നത്. നിങ്ങളുടെ ആധാർ ഏത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് DBT ലഭിക്കുന്നതിനായി മാപ്പഡ് ചെയ്തിരിക്കുന്നതെന്ന് ബാങ്കിൽ പരിശോധിക്കാം. ചിലപ്പോൾ കർഷകന്റെ പേരിൽ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ഏത് അക്കൗണ്ടിലേക്കാണ് ആധാർ ബേസ്ഡ് DBT മാപ്പിംഗ് ഉള്ളത് എന്നും പരിശോധിക്കുന്നത് നല്ലതാണ്. അതിനാൽ ബാങ്കിൽ പോയി എൻ്റെ ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ, DBT MPCI മാപ്പിംഗ് ശരിയാണോ എന്നുള്ളത് ചോദിച്ച് ഉറപ്പാക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ PM കിസാൻ തുക എന്തുകൊണ്ട് ലഭിച്ചില്ല എന്ന് അറിയാൻ ആദ്യം സ്റ്റാറ്റസ് പരിശോധിക്കണം. അതിനായി PM കിസാൻ ഔദ്യോഗിക വെബ്സൈറ്റായ pmkisan.gov.in എന്ന ഔദ്യോഗിക പോർട്ടലിൽ പ്രവേശിക്കുക. അവിടെ ലഭ്യമായ നോ യുവർ സ്റ്റാറ്റസ് പോലുള്ള സ്റ്റാറ്റസ് പരിശോധനാ സൗകര്യം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ ആവശ്യമായ മറ്റു വിവരങ്ങൾ ഉപയോഗിച്ച് സ്റ്റാറ്റസ് പരിശോധിക്കാം. ഇവിടെ നിങ്ങളുടെ അപേക്ഷയുടെ വിവിധ ഘട്ടങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കാണാൻ സാധിക്കും. സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ ഇനി എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് പറഞ്ഞുതരാം. സ്റ്റാറ്റസ് തുറന്ന ശേഷം വെറുതെ പേയ്മെന്റ് വന്നോ എന്ന് മാത്രം നോക്കരുത്. ചില പ്രധാന കാര്യങ്ങൾ പരിശോധിക്കണം. KYC സ്റ്റാറ്റസ് കംപ്ലീറ്റ് ആണോ, പെൻഡിങ് ആണോ, റിജക്റ്റഡ് ആണോ എന്ന് നോക്കുക. ലാൻഡ് സീഡിംഗ്
ഭൂമി വിവരങ്ങളുടെ വെരിഫിക്കേഷൻ പൂർത്തിയാണോ, ലാൻഡ് സീഡിംഗ് സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുക, ആധാർ സ്റ്റാറ്റസ്, ആധാർ ഓതന്റിക്കേഷൻ സംബന്ധിച്ച പ്രശ്നമുണ്ടോ എന്ന് നോക്കുക, അതുപോലെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കുക, പേയ്മെന്റ് സ്റ്റാറ്റസ്, ഏത് ഗഡുവാണ് ലഭിച്ചത്, ഏത് ഗഡുവാണ് പെൻഡിങ്, പേയ്മെന്റ് ഫെയിൽഡ് എന്ന് കാണിക്കുന്നുണ്ടോ, പേയ്മെന്റ് പ്രോസസ്സഡ് എന്ന് കാണിക്കുന്നുണ്ടോ, ഇവയെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി പേയ്മെന്റ് ഫെയിൽഡ് എന്ന് കാണിച്ചാൽ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്. ചില കർഷകർ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ പേയ്മെന്റ് ഫെയിൽഡ് എന്ന രീതിയിലുള്ള സന്ദേശങ്ങൾ കാണാറുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ വീണ്ടും പരിശോധിക്കണം. അക്കൗണ്ട് നമ്പർ, അതുപോലെ IFSC, ആധാർ ലിങ്കിങ്, DBT, NPCI മാപ്പിംഗ് തുടങ്ങിയ കാര്യങ്ങൾ പ്രശ്നമുണ്ടോ എന്ന് ബാങ്കുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുക. ബാങ്ക് അക്കൗണ്ട് പ്രവർത്തനക്ഷമമാണോ എന്ന് ഉറപ്പാക്കുക. അക്കൗണ്ട് സംബന്ധമായ പ്രശ്നം പരിഹരിച്ച ശേഷം PM കിസാൻ സ്റ്റാറ്റസ് വീണ്ടും പരിശോധിക്കുക. ഇനി ലാൻഡ് സീഡിംഗ് നോ ആണെങ്കിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ലാൻഡ് സീഡിംഗ് നോ എന്ന് കാണുകയാണെങ്കിൽ ഭൂമി സംബന്ധമായ വെരിഫിക്കേഷൻ പൂർത്തിയായിട്ടില്ല എന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമായിരിക്കും. ഇത്തരം സാഹചര്യത്തിൽ കർഷകർ സ്വന്തം ഭൂമി രേഖകൾ പരിശോധിക്കണം. ആവശ്യമായ രേഖകളുമായി ബന്ധപ്പെട്ട കൃഷി വകുപ്പ് ഓഫീസർ, തഹസിൽ ഓഫീസ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഓൺലൈൻ സ്റ്റാറ്റസ് പരിശോധിക്കാതെ നേരിട്ട് പല ഓഫീസുകളിലും പോകേണ്ടതില്ല. ആദ്യം സ്റ്റാറ്റസ് നോക്കുക, ഏത് ഘട്ടത്തിലാണ് പ്രശ്നം എന്നത് മനസ്സിലാക്കുക, അതനുസരിച്ച് ബന്ധപ്പെട്ട ഓഫീസിനെ സമീപിക്കുക. ഇത് സമയവും പരിശ്രമവും ലഭിക്കാൻ നിങ്ങൾക്ക് സഹായിക്കും. ഇനി KYC പൂർത്തിയാക്കാത്തവരാണെങ്കിൽ അത് കഴിയുന്നത്ര വേഗത്തിൽ പൂർത്തിയാക്കുക. ആധാറിലേക്ക് മൊബൈൽ നമ്പർ ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ PM കിസാൻ പോർട്ടലിൽ ലഭ്യമായ ആധാർ OTP ഓതന്റിഫിക്കേഷൻ വഴി ഈ KYC പൂർത്തിയാക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. OTP ലഭിക്കാത്തവർക്ക് സമീപത്തുള്ള CSC കേന്ദ്രത്തിൽ ബയോമെട്രിക് ഓതന്റിക്കേഷൻ ഉപയോഗിക്കുന്ന രീതിയും ലഭ്യമായേക്കാം. അതിനാൽ ആധാർ കൈവശം വയ്ക്കുക, PM കിസാൻ ബെനിഫിഷ്യറി വിവരങ്ങൾ തയ്യാറാക്കി വയ്ക്കുക, ആവശ്യമായ ബാങ്ക് വിവരങ്ങളും രേഖകളും കൈവശം വയ്ക്കുക. ശേഷം ഈ KYC പൂർത്തിയാക്കുക. ഇനി പഴയ കുടിശ്ശിക ഗഡുക്കൾ ഒരുമിച്ച് ലഭിക്കുമോ എന്നുള്ള ചോദ്യമുണ്ട്. ഇതാണ് പല കർഷകരും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യം. എനിക്ക് 1 വർഷമായ PM കിസാൻ പണം കിട്ടിയിട്ടില്ല, ഇപ്പോൾ എല്ലാ ഗഡുക്കളും ഒരുമിച്ച് കിട്ടുമോ? ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. പഴയ ഗഡുക്കൾ സ്വയം എല്ലാവർക്കും ഒരുമിച്ച് റിലീസ് ചെയ്യുമെന്ന് ഉറപ്പില്ല. നിങ്ങളുടെ എലിജിബിലിറ്റി, KYC, ലാൻഡ് വെരിഫിക്കേഷൻ, ഓതന്റിക്കേഷൻ, അതായത് ആധാർ ഓതന്റിക്കേഷൻ, ബാങ്ക് DBT വിവരങ്ങൾ തുടങ്ങിയവ ശരിയായിരിക്കണം. അതുകൊണ്ട് ആദ്യം തടസ്സത്തിന്റെ കാരണം നിങ്ങൾ കണ്ടെത്തണം. പ്രശ്നം പരിഹരിച്ചാൽ നിങ്ങൾക്ക് നിയമപരമായി അർഹതയുള്ള കുടിശ്ശികകൾ, ഗഡുക്കൾ ബന്ധപ്പെട്ട വെരിഫിക്കേഷനും സർക്കാർ പ്രോസസ്സിങ്ങിനും വിധേയമായി ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാകും. അതുകൊണ്ട് പഴയ പണം തീർച്ചയായും ഒരുമിച്ച് കിട്ടുമെന്ന് ആരെങ്കിലും ഉറപ്പ് നൽകുകയാണെങ്കിൽ അത് വിശ്വസിക്കരുത്. അതുപോലെ പണം ഒരിക്കലും കിട്ടില്ല എന്നും കരുതേണ്ടതില്ല. നിങ്ങളുടെ ഔദ്യോഗിക സ്റ്റാറ്റസ് ആണ് പ്രധാനപ്പെട്ടത്. PM കിസാൻ സ്റ്റാറ്റസ് പരിശോധിക്കാനോ KYCക്കോ സഹായിക്കാനോ ആരെങ്കിലും അനധികൃതമായി വലിയ തുക ആവശ്യപ്പെട്ടാൽ ശ്രദ്ധിക്കുക. ആധാർ OTP, ആധാർ വിവരങ്ങൾ, OTP, ബാങ്ക് പിൻ, ATM പിൻ, UPI പിൻ, പാസ്വേഡ് തുടങ്ങിയവ രഹസ്യ വിവരങ്ങൾ ആരുമായും പങ്കുവെക്കരുത്. പ്രത്യേകിച്ച് OTP പറഞ്ഞു കൊടുക്കരുത് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ പ്രശ്നം സ്റ്റാറ്റസ് പരിശോധിച്ചിട്ടും പരിഹരിക്കാനാവുന്നില്ലെങ്കിൽ PM കിസാൻ സംബന്ധമായ ഔദ്യോഗിക സഹായ സംവിധാനങ്ങളെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. 155261 എന്ന നമ്പർ, അതായത് 155261 എന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ 01124300606 എന്ന നമ്പറും നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് കമന്റിൽ രേഖപ്പെടുത്താം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.